ഇപ്പോൾ ചില ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ കണ്ടത് നമ്മൾ മുണ്ടക്കൈ മേഖലയുടെ മുൻപുള്ള ദൃശ്യമാണ്. എന്നാൽ ഇപ്പോൾ ദുരന്തം ഒലിച്ചിറങ്ങിയ മുണ്ടക്കൈയുടെ ദൃശ്യമാണ് കാണുന്നത്. തൊട്ട് അപ്പുറത്തുള്ളത് ചൂരൽമലയാണ്. അതിമനോഹരിയായിരുന്ന മുണ്ടക്കൈ ഗ്രാമം, ആളുകൾ സഞ്ചാരികളൊക്കെ എത്തിയിരുന്ന, വയനാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ എത്തിയിരുന്ന സ്ഥലമാണ് മുണ്ടക്കൈ. എന്നാൽ ഇപ്പോൾ ഇതാ ഉരുൾപൊട്ടൽ നാമാവശേഷമാക്കിയിരിക്കുകയാണ് ആ ഗ്രാമത്തെ. കോടമഞ്ഞ് മാത്രമാണ് ഇപ്പോൾ അവിടെ ബാക്കിയുള്ളത്. അത്രയധികം വീടുകൾ തകർന്നിരിക്കുന്നു, മരങ്ങളൊക്കെ കടപുഴകിയിരിക്കുന്നു, ആ പ്രദേശമാകെ ഒലിച്ചുപോയിരിക്കുന്നു. അവിടെ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ തന്നെയും എത്ര പേർ ഇപ്പോൾ ബാക്കിയുണ്ട് എന്ന ചോദ്യം തന്നെയാണ് നമുക്ക് മുൻപിലുള്ളത്. ചിലരെയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊരു ആശ്വാസ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ തന്നെ നോക്കൂ. അവിടെ നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ അരുവിയായി ഒഴുകിയിരുന്ന ഒരു മേഖലയാണ്. അതിപ്പോൾ വലിയ മലവെള്ളപ്പാച്ചിലിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നതാണ്. ആ വീടുകളൊക്കെ തന്നെയും അവിടെ മണ്ണ് മൂടിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ 100-ലധികം വീടുകൾ ഉണ്ടായിരുന്ന ഇടമാണ്. വോട്ടർ പട്ടിക അനുസരിച്ച കണക്കുകൾ മുണ്ടക്കൈയിൽ 900 വോട്ടർമാരുണ്ട്. ചൂരൽമലയിൽ 855 വോട്ടർമാരുണ്ട്. നിരവധി കുട്ടികൾ വോട്ടർ പട്ടികയിലില്ലാത്ത കുട്ടികളെ കൂടി ചേർക്കുമ്പോൾ അത്രയധികം ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. നിരവധി സഞ്ചാരികൾ എത്തിയിരുന്ന സ്ഥലമാണ്. ആ പ്രദേശമാകെ ഇപ്പോൾ നമുക്ക് 2 സമയത്തെ ആകാശ ദൃശ്യങ്ങളും പരിശോധിച്ചാൽ അതിൻ്റെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കും. ആ ചൂരൽമല സ്കൂളിൻ്റെ സമീപത്തൊക്കെയായി ഉള്ള വീടുകളെല്ലാം തന്നെ തകർന്ന് ഒലിച്ചു പോയിരിക്കുന്നു. മുണ്ടക്കൈയുടെ ആകാശ ദൃശ്യങ്ങൾ, മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങൾ, ദുരന്തത്തിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പച്ചപ്പ് പുതച്ച് കിടന്നിരുന്ന മുണ്ടക്കൈയാണ്. അതിപ്പോൾ ഇതാ ആ ദുരന്തം, പ്രകൃതി തന്നെ അപ്പാടെ വിഴുങ്ങിയിരിക്കുകയാണ് മുണ്ടക്കൈ ഗ്രാമത്തെ എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്ര വലിയ ദുരന്തമാണ് ഉണ്ടായത്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം തന്നെയാണ്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആ ഭാഗത്തു കൂടി മലവെള്ളപ്പാച്ചിലുണ്ടായ സ്ഥലം കാണാം. അതൊരു ചെറിയ അരുവി ഒഴുകിയിരുന്ന സ്ഥലമായിരുന്നിരിക്കണം. അതിപ്പോഴിതാ രൗദ്രഭാവം പൂണ്ട മലവെള്ളപ്പാച്ചിൽ വന്നതോടെ നാമാവശേഷമായിരിക്കുന്നു ആ പ്രദേശമാകെ എന്ന് തന്നെയാണ്. അവിടെ ഭീതിതമായ, കരളലിയിക്കുന്ന, ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആകാശ ദൃശ്യങ്ങളാണ്. രക്ഷാപ്രവർത്തകർ നടന്നു നീങ്ങുന്നത് കാണാം. ആ മരങ്ങൾ ഉണ്ടായിരുന്ന ഇടം ഇപ്പോൾ പാറക്കെട്ടുകൾ നിറഞ്ഞ് അവശിഷ്ടങ്ങൾ വന്ന് അടിഞ്ഞുകൂടിയ ഇടമായിരിക്കുകയാണ്. അതിനിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്നവർ അന്വേഷിക്കുകയാണ്. അതാ ആ നീർച്ചാലിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാകും. നേരത്തെയുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, മഴ പെയ്യുമ്പോൾ മാത്രം അവിടെ നീർച്ചാൽ രൂപപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഉരുൾപൊട്ടിയതോടെ ആ പ്രദേശമാകെ, അതിൻ്റെ ഇരുകരകളും അത് ഒലിച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. അത്രയധികം നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉരുൾപൊട്ടലിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുണ്ടക്കൈ, ചൂരൽമല ഗ്രാമങ്ങൾ അപ്പാടെ, വെള്ളാർമലയൊക്കെ തന്നെയും അപ്പാടെ ഇല്ലാതായതാണ് നമ്മൾ കാണുന്നത്. 3 ഗ്രാമങ്ങളെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. അട്ടമലയിലും ഉൾപ്പെടെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആ വീടുകളൊക്കെ തന്നെയും മണ്ണ് കയറി ഇല്ലാതായിരിക്കുന്നു, ഉപയോഗശൂന്യമായിരിക്കുന്നു, നാമാവശേഷമായിരിക്കുന്നു. അതിനുള്ളിൽ അകപ്പെട്ട എത്ര പേരെ പുറത്തെത്തിക്കാനായി എന്നതിലും ഒരു വ്യക്തതയില്ല. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം മണ്ണിനടിയിൽ തന്നെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 200 ആയിരിക്കുന്നു മരണസംഖ്യ. അതിനിയും കൂടുമോ എന്ന ആശങ്കയാണ് ബാക്കിയാകുന്നത്. നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നേരത്തെ പുഞ്ചിരിമട്ടത്തെ മുൻ പഞ്ചായത്ത് അംഗം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ആ പ്രദേശമാകെ മാറിയിരിക്കുന്നു. അതാകെ കുത്തിയൊലിച്ച് ഇല്ലാതായിരിക്കുന്നു. ഒരു ഗ്രാമം, നിരവധി വീടുകൾ എല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു. അത് ഒലിച്ചു പോയിരിക്കുന്നു ഒരു ശക്തമായ ഉരുൾപൊട്ടലിൽ, മലവെള്ളപ്പാച്ചിലിൽ എന്നത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. നേരത്തെ ദിലീപ് സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. പല മൃതദേഹവും പുതപ്പ് മൂടിയ നിലയിലായിരുന്നു. മൃതദേഹം കണ്ടെത്തിയ ശേഷം പുതപ്പിച്ചതല്ല, അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പുതച്ചു മൂടി സുഖനിദ്രയിലായിരുന്ന സമയത്താണ് പുലർച്ചെ മലയിറങ്ങി വന്നത്, മലവെള്ളപ്പാച്ചിലുണ്ടായത്. ഉരുൾപൊട്ടി എല്ലാം നഷ്ടമാക്കിക്കൊണ്ട്, ഒരു ഗ്രാമത്തെ ഒന്നാകെ ഇല്ലാതാക്കിക്കൊണ്ട് ഉരുൾപൊട്ടൽ പാഞ്ഞു വന്നത്. വീണ്ടും 2 ഉരുൾപൊട്ടൽ കൂടിയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു തീവ്രത കൂടുകയും തുടർന്ന് അടുത്തുള്ള ഗ്രാമങ്ങൾ, മുണ്ടക്കൈ കഴിഞ്ഞ് ചൂരൽമല, വെള്ളാർമല ഭാഗങ്ങളെല്ലാം തന്നെ അത് മൂടുകയും ചെയ്തത്. മുണ്ടക്കൈയിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഇപ്പോൾ ചൂരൽമലയിലൊക്കെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നിലമ്പൂരിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഉരുൾപൊട്ടലിന് മുമ്പും ശേഷവുമുള്ള ദൃശ്യങ്ങളാണ്.
നിരവധി മരങ്ങൾ നിന്നിരുന്ന പച്ചപ്പുണ്ടായിരുന്ന ആ സ്ഥലമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്, മൺകൂനയായി മാറിയിരിക്കുന്നത് എന്നത് തന്നെയാണ്. നിരവധി മരങ്ങൾ കടപുഴകി ഒലിച്ചു നീങ്ങുകയും ചെയ്തു. ഇപ്പോൾ മഴ കനക്കുന്നുണ്ട്, ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നുണ്ട്. നേരത്തെ വീണ്ടും ശക്തമായി വെള്ളം പൊങ്ങിയതോടെ പാലം പണി തൽക്കാലം നിർത്തിവെച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ പാലം പണി വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മഴ ശക്തമാകുന്നു എന്നൊരു വിവരം കൂടിയാണ് വരുന്നത്. രക്ഷാപ്രവർത്തകരോട് അവിടെ നിന്നും മാറണമൊരു നിർദ്ദേശം ലഭിച്ചതായും മനസ്സിലാക്കുന്നുണ്ട്. അത്രത്തോളം ഭീതിതമായൊരു സാഹചര്യമാണ് ഇപ്പോൾ. സമയം 4 മണിയോട് അടുക്കുകയാണ്. ഇനി എത്ര സമയം ഇന്നത്തെ രക്ഷാദൗത്യം ഉണ്ടാകുമെന്നതാണ്. ഇത്തരത്തിൽ മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി രക്ഷാപ്രവർത്തനം തുടരാനാകുമോ എന്നൊരു ആശങ്കയുമുണ്ട്. അത് സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നിരവധിയായ ആളുകളാണ്, സന്നദ്ധ പ്രവർത്തകരാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിലുള്ളത്. സൈന്യവും അവിടെയുണ്ട്.